സീതാങ്കോളി ടൗണിൽ മദ്യപാനികൾ അഴിഞ്ഞാടുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കാതായതോടെയാണ് സീതാങ്കോളി ടൗൺ മദ്യപാനികളുടെ വിഹാര കേന്ദ്രമായത്. സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ് സ്റ്റോപ്പുകളിൽ ഉൾപ്പെടെ ഭീതിയോടെ ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. 3 മാസമായി അടച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് ഉടൻ തുറക്കണമെന്ന ആവശ്യം ശക്തം. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. ജില്ലയിലെ പേരുകേട്ട പഴയകാല നഗരങ്ങളിലൊന്നായ സീതാങ്കോളി ടൗണിലും പരിസരത്തും മദ്യപാനികൾ അഴിഞ്ഞാടുകയാണ്. കുമ്പളയിലുണ്ടായിരുന്ന ബെവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള വിദേശ മദ്യശാല സീതാങ്കോളിയിലേക്ക് മാറ്റിയതോടെയാണ് സീതാങ്കോളി ടൗൺ മദ്യപാനികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയത്. വളരെ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന സീതാങ്കോളി ടൗൺ ഇന്ന് സ്ഥിരം സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും നാടായി മാറിയിട്ടുണ്ട്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നിരന്തര ശ്രമഫലമായി അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസൻ, കുമ്പള CI പ്രേംസദൻ, വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രത്യേക താൽപര്യമെടുത്താണ് സീതാങ്കോളിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ഇവിടെ 3ഓളം പോലീസുകാരെ ഡ്യൂട്ടിയിൽ നിയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസത്തോളമായി എയ്ഡ് പോസ്റ്റ് അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. പോലീസ് ഉള്ളപ്പോഴും പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. കാസർഗോഡ്, ബദിയടുക്ക, പെർള, കുമ്പള എന്നീ 4 ടൗണുകളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പോയിന്റാണ് സീതാങ്കോളി. വിദ്യാർത്ഥികൾ, സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും സീതാങ്കോളി ടൗണിൽ എത്തുന്നത്. മദ്യപാനികൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് വർദ്ധിച്ചതോടെ ഇതിനെ ചോദ്യം ചെയ്യുന്ന നാട്ടുകാരും മദ്യപാനികളും തമ്മിൽ പ്രശ്നങ്ങൾ പതിവാണ്. കൂടാതെ രാഷ്ട്രീയ സാമുദായിക സംഘർഷങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട്. എത്രയും വേഗം എയ്ഡ് പോസ്റ്റ് തുറക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ഇവിടെ പോലീസ് ഹെഡ് പോസ്റ്റിൽ പോലീസുകാരില്ല. വളരെ ദയനീയമാണ് സീതാങ്കോളിയുടെ അവസ്ഥ. അറിയാമല്ലോ, കഴിഞ്ഞ ബീവറേജ് ഇവിടെ വന്നതിന് ശേഷം രാത്രികാലങ്ങളിൽ അഴിഞ്ഞാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വഴി പോകുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എയ്ഡ് പോസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷേ എയ്ഡ് പോസ്റ്റ് ഇല്ലാതെ ഈ സമയത്ത് വളരെയധികം ഡേഞ്ചറാണ്. ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ സൗകര്യമായി വ്യാപാരം നടത്താനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് സീതാങ്കോളി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.